കേരള കർഷക സംഘം ഉദുമ വില്ലേജ് സമ്മേളനം ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. കർഷകർക്കുള്ള വളം സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. കർഷകർക്കുള്ള വളം സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ജന്മാക്കടപ്പുറം, കൊപ്പൽ, പടിഞ്ഞാർ എന്നിവിടങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം തടയാൻ കടൽ ഭിത്തി നിർമ്മിച്ച് പ്രദേശത്തെ തീരം സംരക്ഷിക്കണമെന്നും കേരള കർഷക സംഘം ഉദുമ വില്ലേജ് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ കുഞ്ഞികൃഷ്ണൻ നഗറിൽ വെച്ച് നടത്തിയ സമ്മേളനം കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയെക്കുറിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും പൊതു സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സംഘടനയുടെ വേദിയാണ് നമ്മുടെ സമ്മേളനം. ചടങ്ങിൽ വി കൃഷ്ണൻ അധ്യക്ഷനായി. കുഞ്ഞിക്കോരൻ പണിക്കർ, ആരിഫ ഉദുമ, ദാമോദരൻ നായർ എരോൽ, കൃഷ്ണൻ കോതാറബത്ത്, ബിന്ദു കല്ലത്ത്, ടി വി അനിൽ കൊക്കാൽ, രാജനുദുമ, ബാലൻ അടുക്കത്തിൽ, ദാമോദരൻ ചവോക്ക് വളപ്പ്, കരുണൻ മുക്കുന്നോത്ത്, കുഞ്ഞിരാമൻ എരോൽ എന്നീ കർഷകരെ സമ്മേളന വേദിയിൽ ആദരിച്ചു. രവീന്ദ്രൻ കൊക്കാൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ, ഏരിയ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ, ഗോപാലകൃഷ്ണൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി, NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി കെ സന്തോഷ് കുമാർ, CITU ജില്ലാ കമ്മിറ്റി അംഗം പി വി രാജേന്ദ്രൻ, പി വി ചിത്രഭാനു, പള്ളം നാരായണൻ എന്നിവർ സംസാരിച്ചു. രമേശൻ കൊപ്പൽ സ്വാഗതവും സുകുമാരൻ പള്ളം നന്ദിയും പറഞ്ഞു. വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി മുഹമ്മദ് സുഹൈബിനെ പ്രസിഡന്റായും, രവീന്ദ്രൻ കൊക്കാലിനെ സെക്രട്ടറിയായും, സുകുമാരൻ പള്ളത്തെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.